എന്താണ് ട്രിഗർ ഫിംഗർ? കൈവിരലുകൾ മടക്കിയതിന് ശേഷം നിവർത്തുന്ന സമയത്ത് പെട്ടെന്ന് നിവർത്താൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ഒരു ശബ്ദത്തോടു കൂടി മാത്രം നിവർത്താൻ പറ്റുക, അല്ലെങ്കിൽ അതികഠിനമായ വേദന, ഇങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത്. സാധാരണമായി ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുക. ഈവനിങ് ആകുമ്പോഴത്തേക്ക് പതിയെ പതിയെ അത് ബെറ്റർ ആയിട്ടുണ്ടാവും. ഡയബറ്റിക് പേഷ്യൻസ്, തൈറോയ്ഡ് പേഷ്യൻസ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കൈയുടെ വിരലുകളുടെ മൂവ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരിൽ എന്നിവരിലാണ് സാധാരണമായിട്ട് ഇത് കണ്ടുവരുന്നത്. നമ്മുടെ ഈ വിരലുകളിലേക്കുള്ള ടെൻഡനുകൾ പാസ് ചെയ്യുന്നത് A1 പുള്ളി എന്ന് പറയുന്ന ഒരു ഷീറ്റിനുള്ളിൽ കൂടിയാണ്. സാധാരണ രീതിയിൽ അതിൻ്റെ സുഗമമായിട്ടുള്ള മൂവ്മെൻറ്റ് കാരണമാണ് നമുക്ക് ഈ കൈവിരലുകൾ മടക്കുമ്പോഴും നിവർത്തുമ്പോഴും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തത്. പക്ഷേ എവിടെയെങ്കിലും ഈ ടെൻഡനിൽ ഉണ്ടാകുന്ന നീർക്കെട്ടോ ഫ്രിക്ഷനോ കാരണം ഈ A1 പുള്ളിക്കകത്തു കൂടിയുള്ള ഈ ടെൻഡൻ്റെ മൂവ്മെൻറ്റിനെ തടസ്സമുണ്ടാകുമ്പോഴാണ് നമുക്ക് ട്രിഗർ ഫിംഗർ അനുഭവപ്പെടുന്നത്. ഡയബറ്റീസിൻ്റെയും തൈറോയ്ഡ് പ്രോബ്ലംസിൻ്റെയും ട്രീറ്റ്മെൻറ്റിന് പുറമെ കൺട്രോൾഡ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുന്നത് ഈ അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളെ ഒരു പരിധിവരെ സഹായിക്കും. അതികഠിനമായിട്ടുള്ള വേദനയുള്ള സമയങ്ങളിൽ റെസ്റ്റാണ് പ്രധാനമായിട്ടും ആവശ്യം. അതായത് നമ്മുടെ ഈ ഫിംഗേഴ്സിനെ സ്പ്ലിൻ്റ് ഉപയോഗിച്ച് മൂവ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്ലിൻ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലൊന്നും റിലീഫ് കിട്ടാത്തവർക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഈ A1 പുള്ളിക്ക് ചുറ്റുമായിട്ടുള്ള സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസും എടുത്താൽ വളരെ നല്ല രീതിയിലുള്ള റിലീഫ് പേഷ്യൻറ്റിന് കിട്ടുന്നതാണ്. വളരെ റെയറായിട്ട് മാത്രമാണ് A1 പുള്ളി റിലീസ് എന്നുള്ള ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരിക.